സാധാരണ ഞങ്ങൾ കുളിയും കുരിശുവരെയും പിള്ളേരെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോരെയും കാത്തേനെ പുറത്ത് വന്നിരിക്കാറ്. ഇന്നിപ്പോൾ നേരെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ലിസി ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞേ നമുക്ക് ഇന്ന് അത്താഴം കഴിക്കാൻ പുറത്തേക്ക് പോകാമെന്ന്. അപ്പോൾ എബി നേരത്തെ വരുമെന്ന് ചോദിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടായി മാക്സിമം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വല്ലപ്പോഴും കിട്ടണ ചാൻസ് അല്ലേ, അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കയ്യോടെ വേഗം ഡ്രസ്സൊക്കെ മാറി ഇരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാരണം ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇച്ചുവിനെ ഞാൻ മിക്ക ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഇങ്ങനെ എഴുതിക്കൂട്ടോ. അപ്പോൾ അവളെ അത്യാവശ്യമൊക്കെ എഴുതും. 1 തൊട്ട് 10 വരെ എഴുതും. അതേപോലെ തറ പറ, പിന്നെ അവളുടെ പേര് എഴുതാനും പഠിപ്പിച്ചു കേട്ടോ. സ്കൂളിൽ പോകുമ്പോഴത്തേനും പേര് എഴുതാനും പഠിക്കണം. അപ്പോൾ ഇസാന്ന് വലിയ കുഴപ്പമില്ലാണ്ട് തരക്കേടില്ലാണ്ട് എഴുതും. നേരൊന്നും ആയിട്ടില്ലെങ്കിൽ അത് മെല്ലെ പഠിപ്പിക്കണം. ഇനി അങ്ങോട്ട് വാല് കിടക്കല്ലേ മറിയം എന്നൊക്കെ എഴുതാണ്ട്. അപ്പോൾ ആദ്യം കുഞ്ഞിതല്ലേന്ന് വിചാരിച്ചിട്ട് ഇസാന്നൊക്കെ എഴുതാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇരുന്നപ്പോഴത്തേന് പാപ്പിക്കുട്ടൻ ചേച്ചി പെണ്ണിൻ്റെ ബാഗൊക്കെ കൊണ്ടെടുത്ത് വെച്ചു. പോണു ഉഷാറാട്ടാ, വേറൊന്നുമല്ല. അപ്പോഴത്തേനും ചേട്ടായിക്ക് വന്ന് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വേഗം എടുത്ത് വെച്ചു. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഷാജിങ്ങളും ലിസിയൻ്റെ ഒക്കെ വന്നു. അങ്ങനെ ഇത് എപ്പോഴും പോവില്ലാട്ടോ, ഞാൻ പറഞ്ഞില്ല വല്ലപ്പോഴൊക്കെ പോവാറുണ്ട്. അപ്പോൾ അവർ 8 നോമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ പോയതാട്ടാ. അപ്പോൾ അവരുടെ നോമ്പ് വീഴും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പട്ടിക്കാടുക്ക് നമ്മൾ സ്ഥിരം പോണ സ്ഥലം തന്നെ ലാലീസിട്ട് നല്ല സൂപ്പർ ഫുഡാണ്. പക്ഷെ ഇന്നലെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു, കുറച്ചധികം നേരം ഇരിക്കേണ്ടി വന്നു. അപ്പം ഞാൻ ഇതുവരെ കുഴിമന്തി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുണ്ടോ എന്ന് നോക്കിയപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ കഴിക്കാൻ നോക്കണോണ്ടാന്ന് തോന്നുന്നു ഇതുവരെ വന്നിട്ട് ആ സാധനം മാത്രം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇച്ചു ആണെങ്കിൽ പൊറോട്ട തിന്നുണ്ടായിരുന്നില്ല. അവസാനം ചേട്ടായി അത് വാരി കൊടുത്തു. അപ്പോൾ ആ ഗ്യാപ്പിൽ രണ്ടാളും കൂടിയിട്ട് സ്പ്രിങ്കിൾസൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ അതും കാറിലൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ അവരും വീട്ടിൽ പോയി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.